ഈ സ്ട്രോങ് ലേഡി ആവുന്നതോ നമ്മളൊരു മെന്റലി നമ്മൾ സ്ട്രോങ് ആവുന്നതോ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഉള്ളവരും ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ ഭയങ്കര തൊട്ടാവാടിയാണ്. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്റെ ഹസ്ബൻഡ് എന്റെ വീട്ടുകാരെ എന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കരയും. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. അല്ല, അത് നമ്മുടെ മൈൻഡാണ്. അവിടെ അത് നമ്മുടെ മൈൻഡിന്റെ ഒരു ഇതാണ്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. സങ്കടം വരൂലേ? അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു കാര്യത്തിന്, നമ്മൾ ചിലപ്പോൾ അറിയാത്ത കാര്യത്തിനായിരിക്കാം, നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്നവര്, അപ്പൊ നമ്മളെ മക്കളാണെങ്കിലും ആവാം. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ലേഡി അല്ല. പക്ഷെ എന്നാ പൊളിറ്റിക്സ് നമുക്കുണ്ട്. അത് മനസ്സിന്റെ ഉള്ളിൽ ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഈ 4 തവണയും എനിക്ക് മിസ്കാരേജ് ആയി പോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്ത്രീകളുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പരിപാടികളൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരുപാട് പ്രശ്നങ്ങളും ക്യാരി ചെയ്ത് നടക്കുന്ന ലേഡീസ് ഉണ്ടാവും. അങ്ങനെ ഒരാളാണ് ഞാൻ. ഹോർമോണൽ ഇഷ്യൂസ്, ഹസ്ബൻഡിന്റെയും വീട്ടിലേക്ക് സപ്പോർട്ടുള്ളത് ആ സമയത്ത് വലിയൊരു, അതെ, അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട്, എൻ്റെ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് വന്നത്. അത് തന്നെയാണ് എനിക്ക് ഇപ്പം എന്നെ പോലെ കുട്ടികളില്ല, അല്ലെങ്കിൽ മിസ്കാരേജസ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ചേച്ചിമാരോടും അല്ലെങ്കിൽ അനിയത്തിമാരോടും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോടും ഒക്കെ എനിക്ക് പറയാനുള്ളതാണ്, അതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈമിനത് നടക്കും. പിന്നെ അത് കുട്ടി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനേക്കാളും അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട്, നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ പോവുക. നമുക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ പോവുക. ഒന്നുമില്ലെങ്കിലും വിഷമം വരുമ്പോൾ ഒരു വണ്ടി പിടിച്ചിട്ട് ഒരു യാത്ര പോയിട്ട് വരിക. യാത്രയിലൂടെ നമ്മൾ കണ്ട കാഴ്ചകളും ഒക്കെ നമുക്ക് തരുന്നൊരു മനസ്സിനൊരു സുഖമുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിടിച്ച് അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ സാധനം ഇങ്ങനെ ഉള്ളിലിട്ട് ഇങ്ങനെ കിടക്കും തോറും അതെങ്കിലും തികട്ടി വന്നിട്ട് നമ്മളെ തന്നെ അത് തിന്നുകൊണ്ടിരിക്കും ആ ഒരു ഇത്. അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതൊക്കെ അങ്ങ് മറന്നു കളയുക. അതാവുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അത് മാത്രം ഇങ്ങനെ മനസ്സിൽ എടുത്ത് വെക്കരുത്. അതായത് എൻ്റെ ഒരു അനീഷേട്ടൻ പറയണ പോലെ അതിങ്ങനെ മെയിൻ സ്ട്രീമിൽ ഇടരുത്. അതൊക്കെ നമ്മുടെ പാർട്സിൽ വെച്ചിട്ട് മെയിൻ സ്ട്രീമിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ലൈഫ് വേറെ ഏത് രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്യൂച്ചർ പരിപാടികളെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുക. ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.